ഇന്നത്തെ ദിവസം ഒരു എവിക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അപ്സര എന്തായാലും ഔട്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്സരയുടെ ഹസ്ബൻഡ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥ സംഭവം എന്താണ്? കുറേ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അപ്സരയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അപ്സരയുടെ ഹസ്ബൻഡ് അപ്സര ഔട്ടായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല, പോസ്റ്റ് കേട്ടിട്ടുണ്ടാവാം, അതിൻ്റെ കാര്യം അറിയത്തില്ല, പക്ഷേ അപ്സര ഔട്ടൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അപ്സരയുടെ ഹസ്ബൻഡ് അപ്സര ഔട്ടായി എന്നുള്ള ഒരു രീതിയിലുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് എന്താണ് പറയുന്നത്, എന്താണ് സംഭവം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ടിരിക്കുന്ന വീഡിയോ ഇതാണ്. ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയാം. അപ്സര റസ്മിൻ്റെ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത് വോട്ടിങ്ങിൽ എന്നാണ് പല ചാനൽസും പറയുന്നത്. യൂട്യൂബിലെ പല ചാനൽസും അൺഒഫീഷ്യൽ പോളിങ്ങും ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. റസ്മിൻ ഔട്ടായി എന്ന് കേൾക്കുന്നു. വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ട് കുറവാണെങ്കിൽ ഔട്ടാവും, വോട്ട് കിട്ടിയിട്ടുണ്ടാവത്തില്ല. അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് പല വീഡിയോസിലും അപ്സര ഔട്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. ഇന്ന് രാത്രി അപ്സര ഔട്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോ മാത്രമാണ്. അപ്സരയേക്കാൾ കൂടുതൽ കാലിബറുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വോട്ട് കിട്ടി അവരവിടെ നിന്നോട്ടെ. അപ്സരയെ കൂടാതെ 11 പേര് ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ആ 11 പേര് നല്ലതാണെങ്കിൽ അവരവിടെ നിന്നോട്ടെ. അപ്സര കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള കമൻസ് ഒന്നും ദയവ് കരുതി ഇട്ട് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക. അപ്സര അഹങ്കാരിയാണ്, ഓവർ കോൺഫിഡൻ്റ് ആണ് എന്നെല്ലാം പറയുന്നവരോട് പറയാനുള്ളത്, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആൾ എങ്ങനെയാണ് അത് അഹങ്കാരമായിട്ട് മാറുന്നത്? ഇതൊരു ഗെയിമായിട്ടാണ് അപ്സര കാണുന്നതെന്ന് എനിക്കറിയാം. ഓവർ കോൺഫിഡൻറ്റ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പെണ്ണായതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ബിഗ് ബോസിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഒരാണ് വന്ന് ഇതുപോലത്തെ ഡയലോഗുകൾ അടിക്കുമ്പോൾ അവിടെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയാതെ ആണത്തം എന്ന് പറയുന്നു. ഒരു പെൺകുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അതിനെ അഹങ്കാരം, ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നു. എൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ട സംഭവം എൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ്, വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്സരയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ ഔട്ടാവും. ഇന്ന് അപ്സര ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്സരയെ ഇഷ്ടമാണെങ്കിൽ, അപ്സര ഇന്ന് ഔട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്സരയ്ക്ക് വോട്ട് ചെയ്യാം. അത് അപ്സരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ആരെയും കമ്പൽ ചെയ്യുന്നില്ല. അപ്സരയേക്കാൾ മികച്ചൊരു പ്ലെയർ അവിടെ ഉണ്ടെങ്കിൽ അവർ തന്നെ ജയിക്കട്ടെ, അവർക്ക് തന്നെ നിങ്ങൾ വോട്ടുകൾ കൊടുക്കൂ. ഇത് എന്നെ പറഞ്ഞുകൊണ്ടാണ് അപ്സരയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, അപ്സര ഔട്ടായിട്ടില്ല, ഒരു എവിക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ വീഡിയോ അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡിനെ തന്നെ ചോദിക്കണം. പക്ഷേ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു സംഭവം, അപ്സരയ്ക്കെതിരെ ഒരു പക്ഷേ പേഴ്സണൽ അറ്റാക്കുകളോ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകളോ ഒക്കെ ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് ആൽബി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്, പുള്ളിക്കാരന് പോകുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്ഷനിൽ നിന്ന് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിക്ഷനിൽ മൊത്തം 8 പേര് ഉണ്ട്, അല്ല 9 പേരുണ്ട്. റസ്മിൻ ഔട്ടായി. ഈ 8 പേരിൽ ഒരാളാണ് അപ്സര. അപ്സര ഔട്ടാവാം, വോട്ട് കുറവാണ് എന്നെല്ലാം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, കറക്റ്റാണ്. പക്ഷേ വാ തുറക്കാത്ത എത്ര പേര് ഈ നോമിനേഷനിലുണ്ട്? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? വാ തുറക്കാത്ത എത്ര പേര്? നമ്മുടെ നോമിനേഷൻ ലിസ്റ്റ് ഞാൻ വായിച്ചു തരാം. അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ഋഷി, അപ്സര, ശ്രീതു. റസ്മിൻ ഔട്ടായതിനു ശേഷം ഇത്രയും പേര് അതിനകത്തുണ്ട് നോമിനേഷനിൽ. അപ്പോൾ ഈ നോമിനേഷനിൽ എത്ര പേര് അപ്സര വാ തുറക്കുന്നതിൻ്റെ അതിനേക്കാളും താഴത്തിൽ നിന്ന് വാ തുറന്നുകൊണ്ട് സേഫ് ഗെയിം കളിക്കുന്നു? അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇതേ ഒരു ഫീല് ഒരു പക്ഷേ അപ്സരയുടെ ഹസ്ബൻഡിന് തോന്നിയിട്ടുണ്ടാകും. അപ്സര ഔട്ടായി എന്ന് പറഞ്ഞ് കേൾക്കുന്നു, തലയ്ക്ക് എന്താ പറയുക, ഇത് കേട്ടിട്ട് അപ്സരയെക്കാളും കളിക്കാത്ത ആളുകളോട് ഉണ്ടല്ലോ, എന്നിട്ട് അപ്സര ഔട്ടായി എന്ന് പറയുന്നോ എന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾ കളി നോക്കിയിട്ട് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലെവലാണ് എനിക്ക് ആ വീഡിയോ എന്ന് മനസ്സിലായ സാധനം. കളിക്കുന്നവർ അത്യാവശ്യം മുന്നോട്ട് പോകണം. ഔട്ട് ആവുന്ന ദിവസം ഔട്ട് ആവട്ടെ. ഔട്ട് ആവുകയാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരും. പ്രേക്ഷകർ കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക, സേഫായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് ആ വീഡിയോ നിന്ന് മനസ്സിലായ സംഭവം. അതാണ്. അല്ലാതെ അപ്സര ഔട്ടായി 100% എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സംഭവം കണ്ടപ്പം ഇന്നലെ ഞാൻ വന്ന് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ബാക്കി എപ്പിസോഡ് പോലെ ഈ കാര്യം ഒരു കൺക്ലൂഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇല്ല.
അപ്സര എവിക്റ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്സരയുടെ ഹസ്ബൻഡ് ഇട്ട ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ്, അപ്സരയെക്കാലം കളിക്കാത്ത പ്ലെയേഴ്സ് അവിടെ ഉള്ള സ്ഥിതിക്ക് അപ്സര ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്സര ഔട്ടായോ, എങ്ങനെ ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ അപ്പം പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. കാരണം അപ്സരയെക്കാലം കളിക്കാത്ത ആളുകൾ ഇതിനകത്ത് ഉള്ളപ്പോൾ എങ്ങനെ ഇവർക്കൊക്കെ വിളിച്ചതൊക്കെ ചോദിക്കാൻ തോന്നുന്നു എന്നുള്ള മെൻറ്റാലിറ്റി ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അന്വേഷിച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടായിരിക്കാം പുള്ളിക്കാരൻ ഇന്നലെ പോസ്റ്റ് ഇട്ടത്, PR ടീമുകൾ ജയിച്ചു നമ്മൾ തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് PR ടീമുകൾ ജയിച്ചു എന്ന് പറയുന്നത് സേഫായിട്ട് ഇരുന്ന് കളിക്കുന്നവർക്ക് ഒത്തിരി PRകളുണ്ട്, മര്യാദയ്ക്ക് നിന്ന് കളിക്കുന്നവർക്ക് PR ഇല്ല എന്നതായിരിക്കാം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇതിൻ്റെ റിസ്ക് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇനി നിങ്ങൾ പറയാൻ വരുന്നതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എനിക്ക് ഊഹിക്കാം. നിങ്ങൾ അപ്സരയുടെ PR അല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അല്ലാതെ ഒത്തിരി ടോപ്പിക്സ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സമയം കിട്ടുന്നില്ല. എല്ലാത്തിനും കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് ഷൂട്ട് നടക്കുന്ന 2 ദിവസമാണ് ഫ്രീ കിട്ടുന്നത്. ആ 2 ദിവസത്തിലാണ് ഉറങ്ങുകയും തുണി കഴുകുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോസും ഇതുപോലത്തെ ആ സമയത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ കംപ്ലീറ്റ് സാധനങ്ങൾക്കും റിയാക്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ മാരാർ ശോഭ ഇഷ്യൂ നടക്കുന്നുണ്ട്, സീസൺ 5 കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ട്, അതെല്ലാം ഒരറ്റത്ത് കാണുന്നുണ്ട്. പക്ഷേ റിയാക്ട് ചെയ്യേണ്ട ആ ഒരു ടൈമിലായിരിക്കും. അത് കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഡേ ആയിരുന്നു. കാരണം അവിടെ വീക്കെൻഡ് ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ലൈവ് ഇല്ല. അപ്പം നമ്മുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള ഉറക്കവും തുണി കഴിവുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. ഞാൻ ഫ്രീ ആയപ്പോഴാണ് ഈ ഒരു സംഭവം, ഇന്നലെ കണ്ട ആ സംഭവത്തിനെ കുറിച്ചും ഞാൻ പറഞ്ഞത്, ഇന്ന് കണ്ട ആ സംഭവത്തിനെ കുറിച്ചും പറഞ്ഞല്ലാതെ അപ്സരയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്ത സാധനം അല്ല അത്. ഞാനിവിടെ ആരടുത്തും ആർക്കും വോട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. കാരണം ഞാൻ പോലും ഇത് പേടിച്ച് പറയുന്നത് അങ്ങനെയാണ്. ആളുകളെ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ടാവില്ല. ഈ പറയും പോലെ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി പറയുന്നത് അവർക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അറ്റാക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, റിവ്യൂവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്, അവരുടെ കാര്യം ചിന്തിച്ച് നോക്കൂ. എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെ ആർമിക്കാരും അറ്റാക്ക് ചെയ്യുന്നത് റിവ്യൂവേഴ്സിനെയാണ്. കാരണം അവർക്ക് വാ തുറന്ന് ഒന്നും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ റിവ്യൂവർ ഞാനായിരിക്കും. ഏറ്റവും കുറച്ച് എന്താ പറയുക ഫാമിലി മെമ്പേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ റിവ്യൂവർ ഞാനായിരിക്കും. എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ. അയ്യോ എന്തെല്ലാം കമൻറ്റുകൾ ഞാൻ കാണണം. ഞാൻ വീണ്ടും പറയാൻ കാരണം, ഒരു പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ പോലും ആ പ്രൊമോയ്ക്കകത്ത് ഇപ്പം ഈ പറയുന്ന പോലെ ജിൻഡോ മറിഞ്ഞു വീണു, അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ വീണു, സിജോ വീണു എന്ന് പോലും എനിക്ക് പറയാൻ വയ്യ. ഞാൻ പറയുകയാണ്, ജിൻഡോ ആ പ്രൊമോയിൽ മറിഞ്ഞു വീണു, അപ്പോൾ ഒരാൾ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും ജിൻഡോ വീണത് കൊണ്ട് നിനക്ക് സന്തോഷമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരാണ് ബിഗ് ബോസ് മലയാളത്തിനുള്ളത്. ഞാൻ എന്തിനിത് പ്രൊമോ പറയുന്നതിന് പോലും, ഇന്നലെ വന്ന് ഞാനൊരു പ്രൊമോ രാത്രി വന്ന ഒരു പ്രൊമോ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് പോലും അറ്റാക്കുകളും കാര്യങ്ങളുമാണ്. എനിക്ക് അറിയില്ല എന്താണ് ഈ വ്യൂവേഴ്സ് ഇങ്ങനെ എന്നുള്ള കാര്യം. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒപ്പോസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. ഇതൊരു പ്രൊമോ കണ്ടിട്ട് ആ പ്രൊമോക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും പറയാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ ഓൾറെഡി കുറച്ച് നേരം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, ഇന്നലെ നടന്ന സംഭവങ്ങളുടെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സാധനം ഇന്ന് എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് അതെന്തോ ഞാൻ എഴുതി കൊടുത്ത് അവിടെ ചെയ്യും കണക്കാണ് എന്നോട് ഒന്ന് ദേഷ്യപ്പെടുന്നത്. ഞാനെന്തോ ഇത്. അപ്പം ദയവ് കരുതി അപ്സരയുടെ ഹസ്ബൻഡ് പറഞ്ഞോളൂ, എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാൻ വിശേഷമായിട്ട് 2 പ്രൊമോ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഒന്ന് മൂവിയുടെ ഫൺ ടാസ്ക് അതിൻ്റെ പ്രൊമോയും പിന്നെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്ന പ്രൊമോയും. ഇത് രണ്ടുമാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ എപ്പിസോഡിൽ കാണാൻ പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.